ഹായ്, നമസ്കാരം. ഞാൻ മണികണ്ഠൻ, സ്പെൻസർ ഫാഷൻ ഹബ്ബ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ പാൻറ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പാൻറ്റിൻ്റെ ക്ലോത്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഞാൻ ഇന്നലെ പിന്നെ ഷർട്ടിനെ പറ്റിയിട്ടും ഷർട്ട് ഉപയോഗിക്കേണ്ട കാര്യങ്ങളെ പറ്റിയും അതിൻ്റെ കളർ കോമ്പിനേഷനെ പറ്റിയാണ് സംസാരിച്ചത്. ഇന്ന് നമുക്ക് പാൻറ്റിനെ പറ്റി നോക്കാം. പാൻറ് നമ്മൾ എപ്പോഴും പിന്നെ ഫിറ്റിംഗ് വളരെ കറക്റ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ തുണി എടുക്കുമ്പോൾ തുണിയും പിന്നെ വളരെ ശ്രദ്ധിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും പിന്നെ ഈ ടെറി കോട്ടൺ ടൈപ്പ് എടുക്കണം, അല്ലെങ്കിൽ പിന്നെ TR, അല്ലെങ്കിൽ പിന്നെ വൂള്, അതേപോലുള്ള തുണികൾ എടുക്കുന്നത് നല്ലതാണ്. പോളിസ്റ്റർ കൂടിയ തുണികൾ നമ്മൾ പരമാവധി ഒഴിവാക്കണം. അത് ഒഴിവാക്കേണ്ട കാരണം എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ പോളിസ്റ്റർ ആണെങ്കിൽ പെട്ടെന്ന് ചൂടെടുക്കും, വേർപ്പിൽ പലർക്കും ശരീരത്തിന് പല അലർജിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പല ആൾക്കാർക്കും പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നുണ്ട്. സ്കിന്നിന് പലർക്കുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഓരോ ക്ലോത്തിലും അതിൻ്റെ ആ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോളിസ്റ്ററിലാണ് ഏറ്റവും പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്നത്. മറ്റേ ഈ വിസ്കോസും മൂളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചൂട് വലിച്ചെടുത്തിട്ട് അതിനെ തണുപ്പാക്കി മാറ്റുന്ന സംവിധാനങ്ങളാണുള്ളത്. പിന്നെ പാൻറ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാൻറ് ഫിറ്റിംഗ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അരവണ്ണം വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റ് ആയിരിക്കണം. അതുപോലെ ലെങ്ത്ത് വളരെ കറക്റ്റ് ആയിരിക്കണം. ലൂസൊക്കെ ഒരു മീഡിയം ലൂസിലാണ് ഉപയോഗിക്കേണ്ടത്. അതാണ് ഒരു പെർഫെക്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു മോഡേൺ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ എന്നുണ്ടെങ്കിൽ കുറച്ച് ഹൈ വേസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ രണ്ട് പ്ലീറ്റിൻ്റെ സ്റ്റൈൽ മാറ്റാം. അതേപോലെ തന്നെ ലൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേൽഭാഗം തൈസിൽ കുറച്ച് മീഡിയം ലൂസും, അതേപോലെ തന്നെ അടിഭാഗത്തേക്ക് ബെല്ല് കുറച്ച് കൂടിയിട്ടും ബെൽ ബോട്ടം സ്റ്റൈലാക്കി മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് മൊത്തം തൈസും ബോട്ടും ഒരേ ലൂസിൽ ബഗ്ഗി സ്റ്റൈലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കുറച്ചും കൂടി ഹൈ വേസ്റ്റ് പാൻറ്റൊക്കെ ആയിട്ട് ഗൂർക്ക പാൻറ്, കുറച്ച് ഹൈ വേസ്റ്റ് പാൻറ് ബെൽറ്റൊക്കെ എന്നുണ്ടെങ്കിൽ കുറച്ച് വീതി കൂടിയിട്ട് ബക്കിൾ ടൈപ്പ്, ആ ബക്കിൾ ടൈപ്പിൽ ഒരു മീഡിയം ലൂസിലുള്ള സാധനങ്ങളായിട്ട് നമുക്ക് ഇപ്പോഴത്തെ അത് വല്ല ഫംഗ്ഷനാ അങ്ങനത്തെ വല്ല കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെ അത് ഈ നമ്മുടെ ബട്ടൺസ് ഒക്കെ ഇടണമെന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറേ സംഭവങ്ങളുണ്ട് അതിന്. കാരണം എന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തേക്കും ഓവർ ബെൽറ്റ് കൊടുത്തിട്ടുള്ള സംവിധാനങ്ങളാണ് ഗൂർക്ക പാൻറ്റുള്ളത്. അപ്പോൾ ഇതേപോലുള്ള പാൻറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ഓക്കെ, താങ്ക് യു.